നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒറ്റയാൾ പട്ടാളം പോലെയാണ് കപിൽ സിബലിന്റെ പോരാട്ടം. നിയമ പോരാട്ടങ്ങൾക്ക് കപിൽ സിബലോളം തഴക്കവും പഴക്കവുമാർന്ന ഒരു അഭിഭാഷകൻ ഇപ്പോൾ ഇന്ത്യയിൽ കറന്റ്ലി വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തി, പക്ഷേ ഇന്ത്യ മുന്നണിയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കളെ BJP കസ്റ്റംസിനെ കൊണ്ടും ED കൊണ്ടും കുരുക്കിടിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ അത് ഒരു പൊതുസേവനമെന്ന രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണം. BJP നേതൃത്വത്തിന് നന്നായി അറിയാം കപിൽ സിബലുമായി ഏറ്റുമുട്ടൽ അത്ര എളുപ്പമല്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും ഏത് വ്യക്തിയായാലും നിയമത്തിൻ്റെ നൂലാമാലകൾ കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ കപിൽ സിബലിൻ്റെ മുമ്പിൽ മുട്ടുവിറയ്ക്കും എന്നുള്ളതിന് സംശയമില്ല. കോൺഗ്രസിലെ ഒരു നേതാവായ അഭിഷേക് മനു സിംഗ്വിയും സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിന് ജാമ്യം വാങ്ങി കൊടുത്തതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് അഭിഷേക് മനു സിംഗ്വി. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ വരെ ചോദ്യം ചെയ്ത രാഷ്ട്രപതിയുടെ നീക്കങ്ങൾ, ആ നീക്കങ്ങളെ ഒരു ഘട്ടത്തിലും ശരിവെക്കാൻ മുൻ ജഡ്ജിമാർ തയ്യാറായിരുന്നില്ല. ചീഫ് ജസ്റ്റിസുമാർ അഹോരാത്രം രാഷ്ട്രപതിക്കെതിരെ തിരിഞ്ഞിരുന്നു. BJP സർക്കാരിൻ്റെ നയങ്ങൾ അത് ഓരോ അക്കവും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് കപിൽ സിബൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. BJPയുടെ തെറ്റായ നയങ്ങളെ തെറ്റ് എന്ന് ഒരു ഭയം കൂടാതെ ചൂണ്ടിക്കാണിച്ച സുപ്രീം കോടതി ഇപ്പോൾ ഏതൊക്കെയോ ഏജന്റുകളുടെ പിടിയിലായിരിക്കുന്നു എന്ന ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കപിൽ സിബൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം. അതായത് മുൻകാലങ്ങളിൽ എന്നതുപോലെയല്ല ഇപ്പോൾ രീതികൾ. അഭിജിത്ത് ദീപ്കയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയെ ശക്തമായി വിമർശിക്കാനും അഭിജിത്ത് ദീപ്കയ്ക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനുമാണ് ഇപ്പോൾ അഭിഷേക് മനു സിംഗ്വിയും കപിൽ സിബലും ശ്രമിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തള്ളിക്കളയണം, അതിനെ തൃണവൽഗണിക്കണം, അതിനെ മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടി എന്ത് മാർഗവും അവലംബിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് RSSും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായും. ഇവരെ തെരുവിൽ നേരിടേണ്ടി വന്നാൽ അങ്ങനെ ഏത് മാർഗം ഉപയോഗിച്ചും അവരെ അടിച്ചമർത്തുക. അവർ തീപ്പന്തമായി വന്നാൽ ഒരുപക്ഷെ ഈ രാജ്യത്തു നിന്നും ഭരണം എന്നേക്കുമായി നഷ്ടപ്പെടാം. തൊട്ടയൽ രാജ്യങ്ങളിൽ നടന്ന ജൻസി പ്രക്ഷോഭം ഒന്നും അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് നന്നായി കേന്ദ്ര ഭരണ നേതൃത്വത്തിന്, പ്രത്യേകിച്ചും മോദിക്കും അമിത്ഷായ്ക്കും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ഇപ്പോൾ ജാഗ്രതയിലാണ്. ഇപ്പോഴത്തെ നീക്കം കോക്രോച്ച് ജനതാ പാർട്ടിയെ എല്ലാ തരത്തിലും നിയമപരമായി നിർവീര്യമാക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ പ്രശംസ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾക്കെതിരെ അതേ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ നടത്തുന്ന പോരാട്ടമാണ് ശ്രദ്ധേയം.